ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാത്രം എടുത്ത് 2 ഗ്ലാസ് കടലമാവ് അതിലോട്ട് നമ്മൾ ഇടണം. ഞാൻ 2 ഗ്ലാസ്സാണ് കടലമാവ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടാം. ഞാൻ 2 ഗ്ലാസ് കടലമാവ്, ഞാൻ കടലമാവ് ഇട്ട അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 1 ഗ്ലാസ് അരിപ്പൊടി ഇതിനകത്ത് ഇടുന്നത്. അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം അതിനാവശ്യമായ ഉപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്, കായപ്പൊടി, മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുളക് പൊടി. ഞാൻ എൻ്റെ ആവശ്യത്തിന്, എൻ്റെ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. എരി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ആവാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ച് എല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് നമ്മൾ നനച്ച് കുഴച്ച് എടുക്കണം. അതിൻ്റെ പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ലൂസായി പോവരുത്. കട്ടിക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് ഇളക്കി കുഴച്ചെടുക്കണം. നമുക്കിത് വൈകുന്നേരത്തെ സ്നാക്കായും ചായയുടെയും എല്ലാം നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഞാനിനി കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നത്, സ്പൂൺ വെച്ചില്ല. കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ ഈ മിക്സ്ചർ. എനിക്ക് ഇത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവളെ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മോനും എൻ്റെ മരുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് മിക്സ്ചർ. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഇത് ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഞാൻ ചെറിയ ശകലം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സേവനാഴി ഒഴിക്കുമ്പോൾ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നല്ലൊരു നമ്മളിതിനകത്ത് പിഴിഞ്ഞൊഴിക്കുമ്പോൾ കട്ടി പിടിക്കാതിരിക്കാനാണ് ഞാൻ വെളിച്ചെണ്ണ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതൊരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് മിക്സ്ചറിൽ ചേർക്കുന്ന ബൂന്തി തയ്യാറാക്കാം. കടലമാവ് കുറച്ചെടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കലക്കി നല്ലതുപോലെ കലക്കിയെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ശകലം കട്ടിക്ക് നമ്മൾ കലക്കി എടുക്കണം. നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുക. കലക്കി ചെയ്യാനിടുകയും ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ഞാനിങ്ങനെയാണ് ബൂന്തി ഉണ്ടാക്കുന്നത്. നമ്മളെ കണ്ണാപ്പയിലൂടെ ചെറിയ ദ്വാരത്തിൽ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൂന്തി ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഞാൻ ബൂന്തി ഉണ്ടാക്കി അത് കോരി വെച്ചിട്ടാണ്, അത് മാറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കോരി വെച്ചിട്ട് സേവനാഴി കുഴച്ച് വെച്ച മാവ് നമ്മൾ നല്ലോണം നിറച്ചിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഇത് പിഴിഞ്ഞ് നമ്മൾ ഒഴിക്കണം. കട്ടി കൂടിയ, അതിനകത്ത് സേവനാഴിയുടെ ചില്ലി കട്ടി കൂടിയതായ മിക്സ്ചറിന് കട്ടിയായത്. ഞാൻ നൈസായ ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, ചില്ലി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു വശം നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് തിരിച്ചിടുക. ഈ പരുവത്തിന് കോരി മാറ്റുക. അങ്ങനെ ബാക്കിയെല്ലാം ഇതുപോലെ നമ്മൾ എല്ലാം കുറച്ച് പിഴിഞ്ഞ് ബാക്കിയെല്ലാം ഇരിക്കുന്ന മാവുകളെല്ലാം ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാ മാവും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കപ്പലണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് അഴുക്ക് കളഞ്ഞ് ഊറ്റി വെക്കും. നമ്മൾ കപ്പലണ്ടിക്കകത്ത് അഴുക്കങ്ങളും ഉണ്ടെങ്കിലോ എന്ന് വെച്ചാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ പെട്ടെന്ന് അത് കഴുകാതെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് കഴുകി നമുക്ക് ചെറിയ കടല മിക്സറിലിടാൻ വേണ്ടി മൂപ്പിച്ച്
എടുക്കാം. ചെറിയൊരു ചുമന്ന നിറമാകുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ മൂപ്പിച്ച് കോരിയിടണം. മിച്ചറിലിടാൻ വേണ്ടി കപ്പലണ്ടി, നമ്മൾ ആ കഴുകി ഊറ്റി വെച്ചിരുന്ന കപ്പലണ്ടി നമ്മൾ എണ്ണയിലകത്തിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം. നമ്മൾ ആ കപ്പലണ്ടി മൂപ്പിക്കുമ്പോഴേ ഈ അല്ലാതെ നമ്മളിടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടാണ് മൂപ്പിച്ചിടുന്നത്. അതും മൂപ്പിച്ച് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം നമ്മൾ. വറ്റൽമുളക് അതും കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച്, കറിവേപ്പില ഇല്ലാത്ത കാര്യമില്ലല്ലോ, കറിവേപ്പില തോനെയായാലും നല്ലതാണ്. നമ്മൾ നാട്ടിലൊക്കെ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. ഇനി മിക്സർ നമ്മൾ വറുത്ത് വച്ചിരുന്ന മിക്സറെല്ലാം എടുത്ത് കൈക്ക് ചെറുതായിട്ടൊന്ന് പൊടിക്കണം. ഒന്ന് പൊടിച്ച് ഒന്ന് തീരെ പൊടിയായി പോകരുത്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ഓരോ സാധനങ്ങളിലോട്ട് ചേർക്കണം. ആദ്യം കപ്പലണ്ടി ചേർത്തു, ആ സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇളക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അടുത്തത് നമ്മൾ ചെറിയ കടല വറുത്ത് വെച്ചത്, അത്. അപ്പോൾ ഇതെല്ലായിടത്തും ഒരുപോലെ വരും, നമ്മൾ ഇളക്കുന്നേക്കാൾ നല്ലപോലെ ഒരുപോലെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ച ബൂന്തി അതിലോട്ട് ചേർക്കാം. അതും ഇതുപോലെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ശകലം മുളക് പൊടി, നമ്മളതിനകത്ത് കുറച്ച് മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ചപ്പോൾ കുറച്ച് ചേർത്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇത് കൂടെ എരി ആവശ്യമായതുകൊണ്ട് നമ്മൾ ഇത് ചേർത്തു. മുളക് പൊടിയും നല്ലതുപോലെ അതും ഒരുപോലെ, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പും അതുപോലെ ഇളക്കി എല്ലാം വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇളക്കണം നല്ലതുപോലെ. ചിലർ കായപ്പൊടി ഇടും, ഞാൻ പക്ഷേ കായപ്പൊടി ഇട്ടിട്ടില്ല. ഞാൻ കുഴച്ചപ്പോൾ കായപ്പൊടി ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കായപ്പൊടി ഉപയോഗിക്കാത്തത്. നമുക്ക് വീട്ടിൽ നമുക്ക് കുറച്ച് മാവുണ്ടായാലും ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു പാക്കറ്റിന് എന്ത് വിലയാവും. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ, എങ്കിലും തോനെ നമുക്ക് കിട്ടി, കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.